ഇന്ന് ഉള്ളിത്തണ്ട് തോരനാട്ടോ. അപ്പോൾ ഞാൻ പരിപ്പ് ചേർത്ത തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഉള്ളിത്തണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഭയങ്കര സിമ്പിളായിട്ട് അരിയാൻ പറ്റും. എന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയൊന്നും ഇല്ലാത്ത ഈ തണ്ടിന് ഒട്ടും കട്ടിയില്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ അരിഞ്ഞെടുക്കാം. അങ്ങനെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇത് പരിപ്പോ മുട്ടയോ എന്ത് വേണമെങ്കിലും ചേർത്ത് തോരനാക്കാം കേട്ടോ. ഞാനിപ്പോൾ പരിപ്പാണ് എടുക്കുന്നത്. പരിപ്പ് വേവിച്ചെടുക്കാം. ഇനി അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, വേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. കടുകും ചുവന്നുള്ളിയും വേപ്പിലയും കൂടി പൊട്ടിച്ചെടുക്കാം. അത് ഒന്ന് താളിച്ചെടുത്തിട്ട് അതിലേക്ക് ഇനി ഇതാ ഉള്ളിത്തണ്ട് ചേർത്ത് ഒന്ന് വഴറ്റി യോജിപ്പിച്ചിട്ട് മൂടി വെക്കാം. അധികം സമയം എടുക്കില്ല കേട്ടോ, വേഗം തന്നെ വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് പിന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ പരിപ്പും കൂടി ചേർത്തിട്ട് മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് അത് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് ആവി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഇനി അരപ്പ് ചേർത്തെടുക്കാം. അരപ്പ് ചേർത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തണ്ട് പരിപ്പ് തോരൻ റെഡിയാവും കേട്ടോ. ഇത് നമുക്ക് മുട്ട ചേർത്ത് ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു സോ മച്ച്.